ഇതൊരു ഷൈനി സെബാസ്റ്റ്യൻ. നമ്മുടെ വീടുകളിൽ ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മരമാണ്. അതിസാഹസികമായ ഒരു ആക്ടിവിറ്റിയിലേക്കാണ് ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ. Let's go watch the rain. Let's go tune together. Let's go watch the rain. Let's go tune together. Beyond the fallen nights, beneath the holy sky, we kept on moving, moving, moving. Showed no signs of slowing down. We kept on moving, moving, moving. എന്താ പോലെ പരിപാടി. Hello guys, welcome back to the brand new episode of Let's Travel powered by Dravida Originals. ഇന്ന് നമ്മൾ രാവിലെ ഇറങ്ങി തിരിച്ചേക്കുവാണ്. എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഹിസ്റ്ററി ബ്ലെൻഡഡ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങി തിരിച്ചേക്കുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു. മഴയൊക്കെ ഒന്ന് തോന്നു വന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. കുറച്ച് ലേറ്റായി. പിന്നെ എല്ലാവരും ഹെൽത്തി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ഓഫീസിലും ഒക്കെ എല്ലാവർക്കും ഭയങ്കര പനിയായിട്ട് ഇവിടെ എനിക്കും കുറച്ചൊക്കെ ത്രോട്ട് പെയിൻ ഉണ്ട്. എന്നാലും കുറച്ച് കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഞാൻ ചിൽ അപ്പായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം. അവിടെ ആദ്യത്തേക്കൊക്കെ പനിയാണ്. സായു മാത്രം പനിയൊന്നും പിടിക്കാതെ വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ കൊടുക്കും, അതാണ് എൻ്റെ അജണ്ട. അപ്പോൾ എന്നത്തെ പോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റിനെ നമ്മൾ പിക്കപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഗസ്റ്റ് കോതമംഗലത്തെ ഒരു മെയിൻ ആളാണ്. അപ്പോൾ നമുക്ക് ഈ കോതമംഗലം ഏരിയയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം തന്നെ. എന്തായാലും നമ്മൾ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ എന്തായാലും ഗസ്റ്റിനെയും കൂടെ പിക്കപ്പ് ചെയ്തിട്ട് ഗസ്റ്റിനെ പറ്റി നിങ്ങൾക്കൊരു ഇത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം. വായോ. ഗൈസ്, നമ്മൾ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കാണ്. ഗസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും ഉടനെ തന്നെ. എന്നാലും ഗസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് ചെറിയ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. ഇങ്ങോട്ട് വരുന്നു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് തട്ടേക്കാട് നിന്ന് വന്ന് കാണണം, മൊത്തത്തിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ അടുത്ത് പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ ഫൈൻ, ഞാൻ വരാം നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും എങ്ങനെ എങ്ങനെയൊക്കെ പോകണം, എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്നൊക്കെ ഉള്ള പുള്ളിക്കാരി പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുള്ളിക്കാരിയും കൂടെ കൂട്ടി. പുള്ളിക്കാരിയുടെ പേര് മറ്റൊന്നുമല്ല, തെരേസ് എന്നാണ് പേര്. ഒരു ബികോം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി ഇൻഫ്ലുവൻസർ കൂടിയാണ്. സോ നമുക്ക് തെരേസിനെ മീറ്റ് ചെയ്യാം. ഇതാണ് തെരേസ്. Hi guys, my name is Therese and I completed my BCom from Sacred College Tevra. അപ്പോൾ അക്ഷയ ചേച്ചി വന്നപ്പം ഐ വാണ്ട് ടു ഷോ ഹർ എൻ്റെ പ്ലേസ്, എൻ്റെ നാട് കോതമംഗലം. ഇവിടെ കുറേ ഫേമസ് സ്പോട്ട്സ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു സ്പോട്ട്സ്. ഫോർ എക്സാമ്പിൾ തട്ടിക്കാട്. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു പ്ലേസാണ് മിനി സ്വിറ്റ്സർലാൻഡ്. സോ അവിടേക്കാണ് എനിക്ക് കൊണ്ടുപോകാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. അതെ അതെ, നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി വരുന്ന വീഡിയോ, കുറേ ആൾക്കാർ ഇപ്പോൾ അവിടെ വരുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ രാവിലെ ഇന്ന് കുറച്ച് ദിവസമായിട്ട് വെയിലായിരുന്നല്ലോ. അപ്പോൾ വെയിലായാലും മഴയായാലും കുഴപ്പമില്ല, ബട്ട് മഴയത്ത് പോകുന്നതാണ് കുറച്ചൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇറങ്ങുന്ന ദിവസമായപ്പോൾ തന്നെ മഴ കറക്റ്റ് പെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വരെ നമ്മൾ 2 വീലറിലാണ് വന്നത്. വരുന്ന വഴിക്ക് പൊടി മഴയായിരുന്നു. മഴയത്ത് റെയിൻകോട്ട് ഒക്കെ ഇട്ടാണ് ഇവിടെ വരെ വന്നത്. അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുന്നത് കാർ എടുക്കാം എന്നാണ്. കാരണം മഴയൊക്കെ ആയിരിക്കും, നമുക്കൊരു ബെസ്റ്റ് ഡ്രൈവിൻ്റെ ഈ പറയുന്ന സീനറിയുടെ ഒക്കെ ഇത് കിട്ടണമെങ്കിൽ കുറച്ച് ക്യാമറയൊക്കെ മഴയത്ത് നനയത്തില്ല. അതൊന്നും നമ്മൾ വെച്ചു കാറിന് പോവാണ്. എന്തായാലും നമ്മൾ അടുത്തതായിട്ട് ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ലഞ്ച് കഴിക്കുന്ന ടൈം ആയിട്ടുണ്ട്. എങ്ങനെയാണ് തെരേസ്, ഫുഡിയാണോ? ഫുഡിയാണെന്ന് വെച്ചാൽ ആണ്. ഇവിടെ പക്ഷേ ഫുഡ് സ്പോട്ട്സ് ഒന്നും ഇല്ല, ബട്ട് ഫുഡ് സ്പോട്ട് വീട്ടിൽ പോയി കഴിക്കാമേ. എന്തായാലും ഫുഡ് സ്പോട്ടൊന്നുമില്ല, ബട്ട് നമ്മൾ എന്തായാലും ആഹാരം കഴിക്കുക. എനിക്ക് കമ്പനി ആയിരുന്നു. ഞാൻ എങ്ങനെ ഇവരോട് നിർത്തുന്നത് പറയാം. ഫുഡിൻ്റെ കാര്യത്തിൽ ഇവർ ഇച്ചിരി ബാക്കിലോട്ടാണ്, ഞാൻ ഇച്ചിരി ഫ്രണ്ടിലോട്ടാണ്. എനിക്ക് മഴയായോ നന്നായിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് എന്തായാലും നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ സ്പോട്ട് എങ്ങോട്ടാ, അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പോകുന്നത്? ഫസ്റ്റ് ഭൂതത്താങ്കെട്ട്. ഭൂതത്താങ്കെട്ടിലോട്ട് പോകാമെന്നാണ് പറയുന്നത്. തെരേസ് പറയുന്ന പോലെ നമ്മളിങ്ങനെ ബാക്കി
കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മള് കാറെടുത്ത് ഇറങ്ങിയപ്പോ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പോകുന്നത് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ത്രേസി അങ്ങോട്ട്? ടൗണിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. ടൗണിൽ നിന്ന് പെട്ടെന്ന് എത്താം എന്നാ പറയുന്നത്. അവിടെ ചെല്ലുമ്പോ മഴയാവുമ്പോ വല്ലതൊക്കെ കാണാൻ പറ്റുമോ? മഴയുണ്ടെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്, പക്ഷെ ഇവിടെ പനീന്റെ ഒരു കുഴപ്പമില്ല, നാളെ ഹോസ്പിറ്റലിൽ കിടക്കാം. എന്തായാലും നമ്മൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ മറ്റാരും എല്ലാം ആദ്യമാണ്. അത് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, തുടക്കത്തിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. വഴി അറിയില്ലേലും വഴി അറിയില്ലേലും ആദ്യം നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. തിരിച്ച് നമ്മൾ വന്നിടത്തേക്ക് പോവായിരുന്നു ആദ്യം. എന്ത് ഉദ്ദേശത്തിലാണോ ആവോ മതിമറന്നു. ത്രേസിക്ക് വഴി അറിയാന്നോ? പക്ഷെ അറിയാതെ പക്ഷെ പെട്ടെന്ന് നമ്മളിപ്പോ ഇതില് ഫോക്കസ് ആയപ്പോ ഔട്ട് ഓഫ് ഫോക്കസ് ആയി. നിങ്ങൾ ഭൂതത്താങ്കട്ട് എത്തുവാണെങ്കിൽ ഉറപ്പായിട്ട് അടുത്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും അവിടുത്തെ കാഴ്ചകൾ. ഓക്കെ. ഇപ്പോൾ നമ്മളുള്ള സ്ഥലമാണ് ഭൂതത്താങ്കട്ട് അല്ലേ? ഭൂതത്താങ്കട്ട് ഡാം. ഇത് പാലം നമ്മൾ നിൽക്കുന്നത്. പാലം. ആ ഡാമാണ് ഭൂതങ്ങൾ പണിഞ്ഞെന്നാണോ ത്രേസ്യ പറയുന്നത്? അല്ലല്ല, അത് കാടിന്റെ ഉള്ളിലായിരിക്കും. ആയിരിക്കും. ഓക്കെ, അപ്പോ ഇതാണ് ഗൈസ് നമ്മള് പറഞ്ഞ ഭൂതത്താങ്കട്ട്. ഇതെന്ന് പറയുന്നത് ഇതിന് ഈ ഒറിജിനൽ പാലം മറ്റേ ഭൂതങ്ങൾ പണിഞ്ഞ ആ ഒരു ഡാമില്ലേ, അതിനൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഹിസ്റ്ററി ഉണ്ട്. എനിക്കൊന്നും ഈ പറഞ്ഞ ഇത് ഗവൺമെന്റ് പണിഞ്ഞ പാലല്ലേ, മിഡ് 20th സെഞ്ചുറി ആ ടൈമിനങ്ങാണ്ട് പണിഞ്ഞ പാലമാണ്. ഇത് ഗവൺമെന്റ് ആയിട്ട് ഇന്നോവേറ്റ് ചെയ്ത് പണിഞ്ഞതാണ്. പക്ഷെ ഇതിനകത്തുള്ള പാലത്തിനാണ് ശരിക്കുള്ള ഹിസ്റ്ററി ഉള്ളത്. ഇത് ഈ പ്ലേസിന് ഇങ്ങനൊരു പേര് വന്നതിന്റെ മെയിൻ റീസൺ തന്നെ ഇതിന്റെ മീനിങ് തന്നെ ഫോർട്ട് ബിൽഡ് ബൈ സ്പിരിറ്റ്സ് എന്നാണ് ഭൂതത്താങ്കട്ടിന്റെ മീനിങ് തന്നെ. അപ്പോ ഇപ്പൊ ത്രേസ്യ പറഞ്ഞു നമുക്ക് വെളിയിൽ നിന്നുള്ള വ്യൂ ആദ്യം കാണാം, അതായത് നമുക്ക് പാലത്തിന്റെ അതിൽ കൂടെ നടക്കാം ഡാമിന്റെ മുകളിൽ. അപ്പൊ ഈ കാട്ടിനകത്ത് കയറണമെങ്കിൽ എങ്ങനെയാ ഇവിടുത്തെ? കാട്ടിന്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റില്ല, ഫോറസ്റ്റുകാർ ഓടിക്കും. ഓ, അപ്പൊ നമ്മൾ അവിടെ ഒരു പേയ്മെന്റ് കൊടുത്ത് പോകുന്ന സ്ഥലം അത് ഇതാണ് ഈ പാലം. ഇതിന്റെ അകത്ത് വരണമെങ്കിൽ നമ്മൾ അതുവഴി പോകണം. അത് നമ്മളൊരു 60 rupees കൊടുത്ത് നമുക്ക് അകത്ത് കയറാം. അപ്പൊ മറ്റേ ഇത് കാണാൻ പറ്റൂല നമുക്ക്? ഭൂതം പണിത അത് കാണാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഭൂതം പണിഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹിസ്റ്ററി അറിയാവോ? ഇല്ല. ഇവിടുത്തെ മെയിൻ ആണെന്നാ പറയും. അതൊരു ചിലപ്പോ ഒരു എന്താണ് പറയാ മിത്തിക്കൽ അങ്ങനത്തെ ഒരു ഇതായിരിക്കും. കുറെ മിത്ത് പോലെ ആൾക്കാർ പറയണായിരിക്കും, റിയൽ ആവാൻ ചാൻസ് ഇല്ല. ശരിക്കും പറയാമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇവിടെ ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഭൂതങ്ങൾ വന്നിട്ട് ഒരു ഡാം പണിഞ്ഞു. ഒരു എന്താ ഡേ എടുത്തിട്ട് ഒരു ഡാം പണിയുമായിരുന്നു അവര്. അതായത് തൃക്കരിയൂർ എന്ന് പറഞ്ഞ തൃക്കരിയൂരോ ക്ഷേത്രം, തൃക്കാരൂർ ക്ഷേത്രം, ആ ക്ഷേത്രത്തിനെ സബ്മർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഡാം പണിയാൻ തുടങ്ങി. അപ്പോ ഭഗവാൻ ശിവൻ വന്നിട്ട് ഒരു ഇല്യൂഷൻ ഉണ്ടാക്കി, പകല് തീർന്നു എന്നുള്ളൊരു ഇല്യൂഷൻ ഉണ്ടാക്കി. ആ ഇല്യൂഷൻ വെച്ചപ്പോഴത്തേക്കിന് ഭൂതങ്ങളെല്ലാം ഇവിടെ നിന്ന് ഓടിപ്പോയി. അങ്ങനെയാണ് ഭൂതത്താങ്കട്ട് എന്നുള്ള പേര് വന്നത്. പക്ഷെ ആ ഭൂതത്താങ്കട്ട് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡാമാണ്. ഈ ഫ്ലഡ്സും ലാൻഡ്സ്കേപ്പും അങ്ങനെ കുറെ കാര്യങ്ങൾ വന്ന് തനിയെ കുറെ കല്ലൊക്കെ വന്ന് സ്റ്റക്കായി അങ്ങനെ ബിൽഡായ സാധനമാണ് ശരിക്കും ഉള്ള ഈ ഡാം എന്ന് പറയുന്നത്. അത് അകത്താ, കാടിനകത്ത്. മിഡ് 20th സെഞ്ചുറി ആ സമയത്താണ് ഇത് ബിൽഡ് ചെയ്തത്, ഈ ഡാം ബിൽഡ് ചെയ്തത്. ഇപ്പോൾ ഈ ഡാം എനിക്ക് തോന്നുന്നു ഇറിഗേഷനും ഫ്ലഡ് കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുവാൻ തോന്നുന്നു അല്ലേ? ഓക്കെ ത്രേസി, അപ്പൊ നമ്മുടെ ഈ മിനി സ്വിറ്റ്സർലാൻഡ് ഇല്ലേ നമ്മൾ കാണാൻ പോകുന്നത്, അതും ഈ ഡാമുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഈ ഭൂത്താങ്കട്ടിലെ ഡാം തുറന്നു വിടുമ്പം നമുക്ക് അപ്പുറത്തുള്ള മിനി സ്വിറ്റ്സർലാൻഡ് കാണാം. പിന്നെ അപ്പുറത്താണ് മിനി സ്വിറ്റ്സർലാൻഡ് തന്നെ. അപ്പം ഇത് ലൈക്ക് അടച്ചിടുമ്പോ അവിടെ ഫുൾ വെള്ളം കയറി അത് ലൈക്ക് ആ സ്ഥലം വെള്ളത്തിൽ മുങ്ങിപ്പോവും. അപ്പൊ നമുക്ക് അത് കാണാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഒരു ലൈക്ക് ഫുൾ ഓഫ് മറ്റേ മലയുണ്ട് അതിന്റെ ബാക്കില്. കാണാനൊരു മിനി സ്വിറ്റ്സർലാൻഡ് പോലെ ഇരിക്കും ആക്ച്വലി. മഴയത്ത് വരുമ്പോഴാണ് കുറച്ചും കൂടി അതിന്റെ എഫക്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഫുള്ള് അവിടെ ഒരു കുറെ വട്ടം പോയ പോലെ തോന്നുന്നുണ്ടല്ലോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ്. ലൈക്ക്
ഭയങ്കര പീസ്ഫുൾ ആണ് അവിടെ. അവിടെ ഒരു തോട് പോലെയാണ്, കുറെ സ്ഥലത്ത് ഇങ്ങനെ തോട് പോലെ ഇരിക്കും. അപ്പൊ നമുക്ക് അവിടെ വേണമെങ്കിൽ ഇറങ്ങാം. ആഴമൊന്നുമില്ല, ഇത്രയൊക്കെ വെള്ളമുള്ളൂ. എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പോകുന്നത്. നമുക്ക് എന്തായാലും ഈ പാലത്തിനകത്തൊന്ന് കയറണം. പാലത്തിനകത്തുള്ള ഒരു വ്യൂ പക്ഷെ അവിടോട്ട് നോക്കുമ്പോ അവിടെ ഒരു ഐസ്ക്രീം കൊടുക്കുന്ന കട കാണുന്നുണ്ട്. അപ്പൊ നല്ല വെയിലല്ലേ, ഒരു ഐസ്ക്രീം കഴിക്കാം. Let's go watch the rain. Let's go together beyond the fallen nights, beneath the holy sky. We kept on moving, showed no signs of slowing down. We kept on moving, showed no signs of slowing down. Up we go. Up we go, up we go. എൻ്റെ പേര് ഷൈനി സെബാസ്റ്റ്യൻ. ഗൈസ്, നമ്മൾ ഇപ്പോൾ ഭൂതത്താൻകെട്ട് കാട് കയറാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു കാട് കയറാൻ പറ്റില്ല, ഇവിടെ നമുക്കല്ല ഭൂതങ്ങൾ പണിയത് കാണാൻ പറ്റുമോ? ഭൂതങ്ങൾ കെട്ടിയ ഡാമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വനത്തിലൂടെ 800 മീറ്റർ ഉള്ളിൽ പോകണം, വനത്തിലൂടെ സഞ്ചരിക്കണം. വനത്തിലൂടെ മരങ്ങളും മറ്റു മരുന്നുകളും, ആയുർവേദ മരുന്നുകൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ. ഡാം കാണണമെങ്കിൽ കുറേ പോകണം. എന്തായാലും നമ്മൾ ഏകദേശം മൊത്തം എത്ര? 800 മീറ്റർ. 800 മീറ്റർ നമ്മൾ ഓൾഡ് ഭൂത്താങ്കെട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എന്നാലും റെയിൻകോട്ടൊക്കെ നമ്മൾ കൈ കരുതിയിട്ടുണ്ട്. മഴയാണ്. റെയിൻകോട്ട്, അട്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും? അട്ടയുണ്ട്, വനത്തിലെ ചെറിയ പുഴുവുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. ആണോ? അട്ട വരുമ്പോ നമ്മുടെ ഉപ്പൊന്നും ഇല്ലല്ലോ. ഉപ്പ് അവിടെ ഉണ്ട്, ഞങ്ങൾ ഇരിക്കുന്നിടത്ത് വെച്ചിട്ടും. അട്ടയുണ്ടെന്നാണ് പറയുന്നത്. എനിക്കിനി ഒന്നും അറിയാം. നിങ്ങൾ പോയിട്ട് വന്നു. അത് കിളി, ഈ ചുണ്ട് നീണ്ട ഒരു പക്ഷി. പിന്നെ മലമുഴുക്കി വേഴാമ്പൽ എന്ന് പറയും, ചെറിയൊരു പക്ഷി. ചുണ്ടിന് നീട്ടമുണ്ട്. അതിപ്പോ തട്ടേക്കാടൊക്കെ ഉണ്ട്. ഇവിടെ പഠിത്തമില്ലാത്ത ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിൽ ഇഷ്ടം പോലെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കും. ആദ്യമായിട്ട് വന്നവർക്ക് ഈ കാടിനെ പറ്റി അറിയില്ലല്ലോ. അപ്പം ഗൈഡ് വേണമെന്ന്, ഞങ്ങളാണ് ഇവിടുത്തെ ഗൈഡ്. ഇനി നമ്മൾ വനത്തിലേക്ക് കയറി. ഇത് കാട്ടിലെ ജാതി മരം, നമ്മുടെ നാട്ടിലെ ജാതി പോലെ തന്നെ വനത്തിലെ ജാതിയാണിത്. ഇതിൽ കായ ഉണ്ടാവണതാണ്. ഇപ്പം ഈ മഴയൊക്കെ ആയ കാരണം അങ്ങനെ കായകളില്ല. പിന്നെ നമ്മുടെ വനത്തിൽ കുരങ്ങുണ്ട്, പാമ്പുണ്ട്, പിന്നെ ആനയൊക്കെ ഉണ്ട്. എന്നോർത്ത് ഇപ്പൊ ഒന്നുമില്ല, പേടിക്കണ്ട. അല്ല, എത്ര മണി വരെ നമുക്ക് കാട് കയറാൻ പറ്റും? കാട്ടില് നമുക്ക് 4:30 വരെ നിൽക്കാം. 4 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുള്ളൂ. ടിക്കറ്റ് കൊടുത്ത് 4:30, ഒരു 4:45 വരെ നിൽക്കാം. 5 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് കൗണ്ടർ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടി വരാം. 4 മണിയാകുമ്പോഴത്തേന് ഇവിടെ ഇരുട്ടാവുകയാണ്. ഇത് ചുരുട്ടപ്പാമ്പ് കടിച്ചാൽ ഇതിന്റെ തൊലി ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ നീര് ആ കടിച്ച ഭാഗത്ത് തേക്കണം. ഇതിന് മടക്ക എന്ന് പറയും മരത്തിന്, മടക്കമരം. ഈ ചുരുട്ടപ്പാമ്പ്. അല്ല, ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഇത് അതിന് ഒത്തിരി വിഷമില്ലാത്ത പാമ്പാ. അപ്പൊ ആ തൊലി ഇടിച്ചു പിഴിഞ്ഞ് നീരൊഴിച്ചാൽ മതി. ഇത് ആടലോടകം എന്ന് പറയും, ആയുർവേദം പച്ചമരുന്ന്. ഇത് ആടലോടകം. ഇത് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഇടപെടാതെ ചുമകൾ വരില്ലേ, അന്നേരം ഇത് ഇടിച്ചു പിഴിഞ്ഞ് മുട്ടയും കുത്തി ഒഴിച്ച് ചിലർ ഇതിന്റെ നീര് കഴിക്കും, പൊരിച്ച് തിന്നും ചിലര്. അതിന്റെ ഒരു മരുന്നാണിത്. ആടലോടകം ചിലര് കഴിക്കില്ല, ഒരു ചുവയുണ്ടല്ലോ. ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മരമാണല്ലോ പനയും പനങ്കയും അതിന്റെ ചോറും എല്ലാം തിന്നും. അങ്ങനെ തിന്നിട്ട് പോയതാണ്. ഇപ്പൊ ഇല്ല, പേടിക്കണ്ട. ഇപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ട്, ടെൻഷനൊന്നും വിചാരിക്കണ്ട, പോരെ, ധൈര്യമായിട്ട് പോരെ. ഇത് നമ്മുടെ വനത്തിലെ ഒരു മരമാണ്, വെള്ളിനിലാവ് എന്ന് പറയും. ഇത് നമ്മുടെ വീടുകളിൽ ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മരമാണ്. നല്ല മരം. ഒരു വിറക് പോലും എടുക്കാൻ പാടില്ല എന്നാണ്. ഇവിടെ കിടന്ന് ഇത് മണ്ണാകണം. വനത്തിൽ കിടന്ന് അതാണ് ഇതൊന്നും കൊണ്ടുപോകാത്തത്. ഇത്രയും വലിയ മരമൊക്കെ മറിഞ്ഞിട്ട് കൊണ്ടാൻ പറ്റൂല. ഇതിന് മണ്ണാകും. ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ കുറച്ചത് കണ്ടോ, മണ്ണായി ഈ മണ്ണിലേക്ക് തന്നെ ചേരും. നമുക്കിത് കൊണ്ടാൻ പറ്റൂല. ഇത് കണ്ടോ, ഇപ്പൊ തന്നെ ഇത് മണ്ണായി തുടങ്ങി. ഇത് ഇവിടെ തന്നെ ഇങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് പോണ വഴി. അങ്ങനെയാണ് വനത്തിലെ. ആന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കൊടുക്കൂല. അല്ല, അപ്പൊ അത് അറ്റാക്ക് ചെയ്യാനൊക്കെ വരുമ്പോ വിളിക്കും, കൗണ്ടറിലേക്ക് വിളിക്കും.
കൗണ്ടറിലേക്ക് വിളിച്ച് ടിക്കറ്റ് ക്ലോസ് ചെയ്തോളാൻ പറയും. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെ രക്ഷപ്പെടും ഇപ്പൊ ഈ ആന വരുമ്പോലെ? ഇവിടെയാ ഇവിടെ ആന വരുമ്പോ ഇപ്പൊ എവിടെ അങ്ങ് വന്ന് നിൽക്കുവാന്ന് നോക്കിയോ, ഇവിടെ അതിന്റെ സ്മെല്ല് വരും, ആനച്ചൂര് വരും. ആ അങ്ങനെയാണ് നമ്മൾ അറിയണത്. അവർക്ക് എപ്പോഴാ ഇറങ്ങി വന്ന അവരുടെ വീടാണല്ലോ ഇത്. അതുകൊണ്ട് നമ്മള് 4 മണി വരെ കൊടുക്കണത്. ഇപ്പൊ ഈ മഴയുടെയാണ് ഇത്രയും ഇരുട്ട് വന്നേക്കണേ. ഇത് നമ്മുടെ ആയുർവേദ കടയിൽ നിന്ന് മേടിക്കണ ഇഞ്ച എന്ന് പറയും. ഇഞ്ച തേച്ച് തേക്കാൻ ഉപയോഗിക്കണ. ഇതിന് ചെറിയൊരു മുള്ളുണ്ട്. ഇതിന്റെ മുള്ള് കളഞ്ഞ് തൊലി ചെത്തി ഇടിച്ച് വെയിലത്തൊട്ട് ഉണങ്ങി കിട്ടണതാണ് ഇഞ്ച നമ്മൾ തേക്കണത്. കുട്ടികളെ ഈ മരാണ് ഇടിക്കണേ, ഇടിച്ചിടിച്ചിരിക്കണമെന്ന് പറഞ്ഞു ഇടിക്കണേ. ആന പോവും. അതിന് ഇടിക്കുമ്പോൾ ഒരു സൗണ്ട് വരും. അത് ഇടിച്ചിടിച്ചാണ് ഇങ്ങനെ ഈ പൊളിഞ്ഞിരിക്കുന്നത്. ഒച്ച കേട്ടോ, അതില് സൗണ്ടാണ് ചേട്ടന്മാരിരിക്കുന്നത്. നല്ല വെള്ളം, ഇത് കുടിക്കാൻ പറ്റുന്ന അഴുക്കില്ലാത്ത നല്ല വെള്ളമാണ്. വനത്തിൽ നിന്ന് വന്ന വെള്ളമാണിത്. മഴ പെയ്ത് വനത്തിൽ നിന്ന് വന്ന ഒരു നമുക്ക് അഴുക്കുള്ള വെള്ളമെന്ന് ഓർത്ത് പേടിക്കാനൊന്നുമില്ല, നല്ല വെള്ളമാണിത്. വെള്ളത്തിൽ കൂടെ ക്രോസ് ചെയ്യാൻ വേണേ. ഇവിടെ ഇറങ്ങിയിട്ട് നിന്നു ശരിക്കും ഒരാൾക്ക് ഇങ്ങനെ നിവർന്ന് നിൽക്കാം. പക്ഷെ ഇരുട്ടാണ്. ഇപ്പൊ ഈ മഴ പെയ്താൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ട്. ഈ ഒരു വഴി ഉള്ളിൽ കയറണതും ഇറങ്ങണതും ഒരു വഴി ഇവിടെ തന്നെ. അതിസാഹസികമായ ഒരു ആക്ടിവിറ്റിയിലേക്കാണ് ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനല്ല, എനിക്കൊണ്ടതിനാവില്ല. തെരേസാണെങ്കിൽ അത് കണ്ടേച്ച് തന്നെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് മാറി 1 മീറ്റർ അകലെ മാറിയിരിക്കുക. ആദ്യം ഇവിടെ മൂപ്പനായിട്ട് നിന്നുകൊണ്ട് കുഴപ്പമില്ല. എന്തുകൂടെ പരിപാടി രണ്ടുകൂടെ ഇരുട്ടാണ്. അതാണ് ഞാൻ ഫോണിന്റെ ലെട്ടടിക്കാൻ പറഞ്ഞത്. ഇരുട്ടുണ്ട്. ഗുഹയ്ക്കകത്ത് ആദ്യം കയറാൻ പോയിട്ട് ആദ്യക്ക് കയറാൻ സാധിച്ചില്ല. ബിക്കോസ് അവിടെ തെന്നിക്കിടക്കുമായിരിക്കും അല്ലേ? തെന്നിക്കിടക്കുക, വെള്ളമായതുകൊണ്ട് ദേഹത്ത് ചെളി പറ്റൂലേ. പക്ഷെ അതിനകത്ത് കയറി നിൽക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെന്നാ പറഞ്ഞത്. എനിക്ക് എന്റെ ബലമായ സംശയം സായു കാരണമാണോ ആദ്യം അതിനകത്ത് കയറാൻ. Let's go watch the rain. Let's go together beyond the fallen nights. Beneath the holy sky, we kept on moving, showed no signs of slowing down. We kept on moving, showed no signs of slowing down. Up we go. 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 പെരിയാറിന്റെ മധ്യഭാഗത്താണ് ഇപ്പം നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. കേരളത്തിൽ 44 നദിയിൽ 3 നദി കിഴക്കോട്ട്, ഇങ്ങോട്ടാണ് കിഴക്ക്. ഇത് താഴത്തേക്ക് പോണത് ആലുവ ഭാഗത്തേക്കാണ് വെള്ളം പോകുന്നത്. ഇത് ഉത്ഭവിക്കുന്നത് നമ്മുടെ ഹൈറേഞ്ചിൽ നിന്ന് ശിവഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ശിവഗിരി 2 ശിവഗിരി ഉണ്ട്. തിരുവനന്തപുരം ശിവഗിരി ഉണ്ട്, 2 തിരുവനന്തപുരം അല്ല, അവിടെ നിന്നാണ് വെള്ളം വന്നത്. ഇതിപ്പോൾ ആലുവ കപ്രിക്കാട് ഇങ്ങനെ പോകുന്ന വെള്ളമാണ്. പാണേലി പോരെന്നൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് പോകുന്ന വെള്ളമാണ് ഇത്. ശിവനും പാർവതിയും കൈലാസത്തിലിരുന്നപ്പോൾ ശിവൻ ചെറിയൊരു സൗന്ദര്യപ്പിണക്കത്തിൽ പാർവതി ഞാൻ വരുന്ന വരെ 4 മാസത്തേന് ശുദ്ധിയോടും വൃത്തിയോടും കൂടി ഇരിക്കണം എന്നും പറഞ്ഞ് ശിവൻ അവിടെ നിന്ന് പോന്നു. 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, എത്തിയില്ല. അപ്പൊ പാർവതിക്ക് ഒരു സംശയം തോന്നി, എന്താ വരാത്തേന്ന്. പുള്ളിക്കാരത്തെ അന്വേഷിച്ച് വന്നപ്പോൾ ശിവന്റെ ജടയ്ക്കുള്ളിൽ ഒരു സ്ത്രീ ഉണ്ട്. ഇങ്ങനെ കിട്ടുന്ന ശിവന്റെ ജടയ്ക്ക് ആ സ്ത്രീയുമായിട്ട് പുള്ളിക്കാരൻ ശിവൻ തൃക്കാർ ക്ഷേത്രത്തിൽ തപസ് അനുഷ്ഠിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പാർവതി വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പാർവതിക്ക് അത് പിടിച്ചില്ല, ദേഷ്യമായി കഴിഞ്ഞപ്പോൾ പാർവതി പറഞ്ഞു ഒറ്റ രാത്രി. അപ്പൊ പാർവതിക്ക് ഒരു ബുദ്ധി ഉപയോഗിച്ചു, ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ഇതിന് കുറുകെ ഒരു ഡാം അങ്ങ് തീർക്കണം, ചിറ കെട്ടണം. ചിറ കെട്ടുമ്പോൾ ഈ ശിവന്റെ കൂടെയുള്ള സ്ത്രീയും വെള്ളത്തിൽ മുങ്ങിപ്പോവും. അതാണ് ഉദ്ദേശം. അപ്പൊ പാർവതി ഒരു പ്ലാൻ ചെയ്തു, ഭൂതഗണങ്ങളെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു ഒരൊറ്റ രാത്രി കൊണ്ട് ഈ ചിറ കെട്ടി തീർക്കണം എന്ന് പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട്.
അപ്പോഴേ ശിവന് തോന്നി പാർവതി പോയിട്ട് പാർവതീനെ കണ്ടില്ലോ എന്ന് ഓർത്ത് ശിവൻ വരുമ്പോൾ പാർവതി ഭൂതഗണങ്ങളെ കൊണ്ട് കല്ലുകളെല്ലാം പറക്കി 3/4 ഭാഗം കെട്ടി വന്നു. 3/4 ഭാഗം കെട്ടി വന്നു കഴിഞ്ഞപ്പോൾ ശിവൻ അവിടെ കാട് ഇച്ചിരി അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ കാണാം. ആ കാടിൻ്റെ ഉള്ളിൽ വന്നിരുന്ന് നോക്കിയപ്പോൾ ശിവന് തോന്നി ഇത് ശരിയല്ലല്ലോ, ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇതേ കാണുന്ന കിണർ കണ്ടോ, ആ കിണറിൻ്റെ അതിലൊരു തോടുണ്ട്, അതിലെ വെള്ളം കയറിയപ്പോൾ താഴത്തേക്ക് പോവില്ല, പിന്നെ എല്ലാം പോകുന്നത് നമ്മുടെ തൃക്കാര് ക്ഷേത്രത്തിന് അങ്ങോട്ടാണ്. അപ്പൊ തൃക്കാര് ക്ഷേത്രവും പിണ്ടിമന പഞ്ചായത്തും കോതമംഗലം പട്ടണവും വെള്ളത്തിന് മുങ്ങിപ്പോണം. അതിനു വേണ്ടിയാണ് പാർവതി ഇത് ചെയ്തത്. ചെയ്തു കഴിഞ്ഞപ്പോൾ ശിവൻ ഒരു ബുദ്ധി ഉപയോഗിച്ചു. കോഴിയുടെ രൂപത്തിൽ വന്നിട്ട് 3 പ്രാവശ്യം ചിറകട്ടടിച്ച് കോഴി കൂവി. കോഴി കൂവുമ്പോൾ ഭൂതഗണങ്ങൾക്ക് ശക്തിയില്ല, നേരം വെളുക്കൂലോ. അങ്ങനെയാണ് ഒരു കഥ. We woke up shining, 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 showed no signs of setting down. We woke up shining, 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 showed no signs of setting down. Up, up we go. Up, 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 up we go. Up. ഇതെന്തോ മരം. ഈ മരം ഇവിടുന്ന് പൂവില്ലാത്ത മരാന്ന് എനിക്ക് തോന്നുന്നു. ഇത് നരൻ സിനിമയിലെ മരാന്ന് കേട്ട. ഭൂതം കിട്ടിയ ഡാം എന്ന് വെച്ചാൽ വെള്ളം വരാണ്ടിരിക്കാൻ വേണ്ടി കല്ലും പാറയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത്. റൈസി പറയുന്നത് ഇത് എന്താണ് കോതമംഗലത്തെ ബീച്ചാണെന്നാണ്. കോതമംഗലത്ത് ബീച്ച് ഉണ്ട്, മിനി സ്വിറ്റ്സർലാൻഡ് ഉണ്ട്, എനിക്കുണ്ട്. അതെ, പണ്ട് ശിവന്റെ കാരുണ്യം കൊണ്ട് കോതമംഗലം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു. അല്ലായിരുന്നെങ്കിൽ ഇവര് പാർവതി പണി തന്നെ. Up we go. Up, 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 up we go. Moving ahead in bright blue sea, sailing a white, white boat. Running ahead of dancing rain, living a tale of time. Let's go paint a dream. Let's go two together. Let's go paint a dream. Let's go two together. നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. നിലക്കുയിലാവാതെ സായു നിലക്കുയിലാവാതെ നന്നായി ക്ഷീണിച്ചു. ഇവിടെ വരുന്നവരിത്തിരി സൂക്ഷിച്ചു വരുന്നു, കാരണം ഇതുപോലെ കുറേ ജന്തുക്കൾ കാണും. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ജന്തു കടിക്കുന്ന ജന്തുവാണെന്ന് നോക്കിയിട്ട് അണ്ണാക്കുക. ഇവിടെ ഏത് ജന്തുവിനെ കണ്ടാലും അപ്പൊ ത്രേസ്യ അണ്ണൊക്കെ വെച്ചിട്ട് പേടിയാത്ര. വേണമെങ്കിൽ പേടിയുള്ളവർ വരണ്ടാതാണ് ഞാൻ പറയാൻ. നമ്മൾ വേർക്ക് വരാം. ത്രേസ്യ പറയുന്നത് ഇവിടെ അനക്കൊണ്ട ഉണ്ടെന്നുള്ള രീതിയിലോ ചെറിയൊരു അട്ടക്കെട്ടിപ്പ് പറയോ പാമ്പ. ഈ ഇവിടുത്തെ അട്ട ഇച്ചിരി നീളമുണ്ട്, ഇത്ര ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ ഗൈസ് നമ്മൾ ഭൂതത്താങ്കെട്ടല്ലല്ലോ, നമ്മൾ ഭൂതത്താങ്കെട്ട് കഴിഞ്ഞു കിളി പോയിരിക്കുക. നമ്മള് ഭൂതത്താങ്കെട്ട് കാണാൻ പോയിട്ട് വന്നു, ഇറങ്ങി. നല്ല വിശപ്പുണ്ട്, കഴിക്കാനാ തോന്നുന്നത്. മന്തി കഴിക്കാൻ മൂടുണ്ട്. മന്തി കഴിക്കാൻ മൂടുണ്ടെന്ന് ത്രേസ്യ പറഞ്ഞ പിന്നെ എന്റെ അപ്പുറത്തേക്കില്ല. അപ്പൊ നമ്മള് മന്തി കഴിക്കാൻ വേണ്ടി പോവാണിപ്പോ. മന്തി നല്ല മന്തിയായിരുന്നു. നീ ഇങ്ങനെ അങ്ങനെ ഉറങ്ങാൻ ത്രേസ്യ പറയുന്നു ഉറങ്ങാന്നാ. ഇല്ല, കോതമംഗലിന്റെ ബ്യൂട്ടി ഇനിയുണ്ട്, ഇനിയും കാണിക്കാനുണ്ട്. ഇവള് 2 വർപ്പാണ്. ഇവളിപ്പൊ പറഞ്ഞു ഉറങ്ങണം. ഇപ്പൊ പറയുന്നത് കോതമംഗലത്തിന്റെ ബ്യൂട്ടി ഇനി തീർന്നിട്ടില്ല. ഇനി ഇങ്ങോട്ടാ പോന്ന്? ഇനി നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡ് തട്ടേക്കാട്. അവിടെ ചെന്നിട്ട് കാണും മിനി സ്വിറ്റ്സർലാൻഡ്. Marching, marching, showed no signs of breaking down. We went on marching, 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 showed no signs of breaking down. Up, up we go. Up, 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 up we go. Up, up we go. സോ ഗൈസ്, നിങ്ങൾ മിനി സ്വിറ്റ്സർലാൻഡിൽ വരികയാണെങ്കിൽ സ്ട്രേറ്റ് തട്ടേക്കാട് വരുമ്പം പോസ്റ്റ് 74 ഉണ്ട്. അതിൻ്റെ റൈറ്റ്
റൈറ്റിൽ കൂടെ താഴെ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ സ്ട്രേറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡ് എത്തും. അതെ, എനിക്കൊന്ന് കാക്കനാടിൽ നിന്ന് ഏകദേശം 57 കിലോമീറ്റേഴ്സ് ആണ് ഈ പറയുന്ന മിനി സ്വിറ്റ്സർലാൻഡിലോട്ട് വരാനുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ പറയുന്ന സ്പോട്ട് ഉള്ളത്. ഇങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ്. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകണം. കുറച്ച് നടന്നാൽ മതി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് നടന്നു കഴിഞ്ഞാൽ സ്ഥലം. ശരിക്കും തെരേസിന് ശരിക്കുള്ള സ്ഥലം അറിയത്തില്ല. അന്ന് തെരേസ് പോസ്റ്റിന്റെ നമ്പർ വെച്ചാ തെരേസ് കണ്ടുപിടിച്ചത്. 74 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടാണ് തെരേസ് ഈ പറയുന്ന സ്ഥലം കണ്ടുപിടിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇനി ഇൻ കേസ് വഴി കിട്ടിയില്ലെങ്കിൽ, ബിക്കോസ് ഗൂഗിൾ മാപ്പിൽ ചിലപ്പോൾ കാണിക്കാൻ വഴി ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് പോകുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതെ അതെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം. ഇവരിത് എങ്ങോട്ട് പോവാന്ന് അറിയത്തില്ല. വഴി അറിയുന്ന ഒരാള് തെരേസ. പക്ഷെ ഇവരാ മുന്നിൽ പോകുന്നത് എന്നാന്നറിയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് ജോബൊക്കെ ചെയ്ത് മടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. 1 hour ഡ്രൈവ് ഉള്ളൂ. ഒരു 1 hourൽ നിങ്ങൾക്ക് ഇവിടെ എത്താം. ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരായിട്ടും വരാം. അതുപോലെ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മൂക്ക് കുത്തി, ഞാൻ മുടി കളർ ചെയ്ത് ഗൈസ്. ഞാൻ എന്താണ് കളർ ചെയ്തിരിക്കുന്നത്? താഴെ കമൻറ്റ് ചെയ്യുക നല്ലതാണെന്ന്. അതെ, കാത്തുകുത്തി കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ അപ്പറേ ഇപ്പറേ കുത്തി. നല്ല ഭംഗിയില്ലേ? പോടാ, പൊക്കോ, ആ വഴി പൊക്കോ. നീ അത് പ്രശ്നമില്ലടാ. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. ഡീൽ ചെയ്യേണ്ട രീതിയിൽ ഡീൽ ചെയ്താൽ മതി. ഉപ്പിലിട്ട പൈനാപ്പിള് വാ. അത് ഉപ്പിലിട്ട പൈനാപ്പിൾ തൂക്കിയിട്ടേക്കണ. അയ്യേ, ഉപ്പിലിട്ട പൈനാപ്പിൾ അല്ല. അതേ പൈനാപ്പിൾ ഈ കിടക്കുന്നത്. അതിനകത്ത് ഇട്ട് തരും ഉപ്പും മുളകും. ആര് പറഞ്ഞേ? ഞാൻ ഇങ്ങോട്ട്. അങ്ങനെയൊക്കെ ഉണ്ടാ? നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡ് എത്തി. പക്ഷെ നിങ്ങൾ ഈ കാണുന്നത് 4 വീലേഴ്സ് അല്ല ഇവിടെ കിടക്കുന്നതൊക്കെ. എൻ്റെ കണ്ണിലും അത് 4 വീലർ ആയിട്ടാ തോന്നുന്നു. പക്ഷെ ത്രേസ്യ പറഞ്ഞു ഇവിടെ വണ്ടി പോവാത്ത വഴിയാ, നമുക്ക് നടക്കാന്ന് പറഞ്ഞു. ഇത്രയും ദൂരെ അല്ല, ചിലപ്പോ ഇവിടെ പാർക്ക് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകണമല്ലോ. അപ്പൊ ഇവിടെ ടാസ്ക് ആണ്ടായി. അപ്പൊ എന്താ പറഞ്ഞേ? അതുവഴി വണ്ടി പോവില്ലെന്ന് എനിക്ക് തോന്നുന്നു. വണ്ടി പോവില്ല ഞാൻ പറഞ്ഞില്ല. എന്നാ കള്ളന്മാരാ എന്റെ കൂടെ ഉള്ളത്. ആദ്യം പറ, ആദ്യം അവള് പറഞ്ഞില്ലേ ഞാൻ നിൽക്കുവോ? ഇതും ശരിയാവുന്നില്ല. എന്തൊരു ആഹാരം വേണമെന്ന് പറയുമ്പോഴത്തേക്കിന് ഇങ്ങനെ എന്താ ബോഡി മോളെ എന്നൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് ഈ ക്രേസി ഉണ്ടല്ലോ, സായി ചുമ്മാ ഓരോന്ന് വെടക്ക് സാധനം പറയാ. ചുമ്മാ പറയും അയ്യ ഇതെന്ത് പ്ലാച്ചി സാധനം എന്ന് പറയുമ്പോ അതുകൊണ്ട് കുറെ നേരമായിട്ട് ഇത് ഞങ്ങള് കേട്ടോണ്ടിരിക്കുന്നത്. മന്തി കഴിച്ചിറങ്ങി കുറെ നേരം പാട്ടൊക്കെ ആയിരുന്നു പുള്ളിക്കാരി. അത് ഇനി ഇതാ തുടങ്ങി ആയിരിക്കും മന്തി. എന്തായാലും നമുക്ക് സ്ഥലം കാണാൻ പോവാം. ഇതാണ് ഗായ്സ് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ റീൽസിലും ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതാണ് ആക്ച്വലി റിയാലിറ്റി വേഴ്സസ് എക്സ്പെക്ടേഷൻ. റിയാലിറ്റി ശരിക്കും എക്സ്പെക്ട് ചെയ്താലും ഇതുപോലെ തന്നെ ഇരിക്കും. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടവർക്ക് റീൽസിൽ കാണുന്ന സെയിം എഫക്റ്റ് തന്നെയാണ് ഇവിടെ, അല്ലേ? സായി ഒരു സെക്കൻഡ്, റിയാലിറ്റി വേഴ്സസ് എക്സ്പെക്ടേഷൻ. അപ്പൊ റിയാലിറ്റി നിങ്ങൾ കാണുന്നതെന്ന് എക്സ്പെക്ട് ചെയ്യും. അതിങ്ങനെ മേലോട്ട് പോകുന്നതായിരിക്കും. എന്തിനാ പറഞ്ഞേ? അത് കുഴപ്പമില്ല, അത് കട്ടാക്കിക്കോ. അത് അത് അറിയണം പ്രേക്ഷകരെ. നിങ്ങൾ അറിയാം ഈ റിയാലിറ്റി വേഴ്സസ് എക്സ്പെക്ടേഷൻ ഇതിനെ പറ്റി. ഞാൻ ഉദ്ദേശിച്ച റീലിൽ കാണുന്ന സെയിം ഒരു പിക്ചർ ആണ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ത്രേസ്യയുടെ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഇതിന് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പേര് വന്നത്? സ്വിറ്റ്സർലാൻഡിൽ ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ഭയങ്കര ഫേമസ് ആണ് ആ സ്ഥലം. ഇത് ഫോർമൽ ആണോ ഇൻഫോർമൽ പേരാണ് ഈ സ്ഥലത്തിന്റെ? അത് ആരാ ഈ പേരിട്ട ഈ സ്ഥലത്ത്? ആൾക്കാരിട്ടതാണ് ജസ്റ്റ്. ഇതിന് ഫോർമൽ പേര് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും മിനി സ്വിറ്റ്സർലാൻഡ് ഏതാ? കേരളത്തിലെ മിനി സ്വിറ്റ്സർലാൻഡ് ഏതാ ത്രേസ്യ എന്ന് പറഞ്ഞേ? കേരളത്തിലെ മിനി സ്വിറ്റ്സർലാൻഡ് കോതമംഗലത്താണ്, അല്ലേ? വാഗമണ്ണാണ് ഗൈസ്. ഒരു മാങ്ങ അറിയാതെ വന്ന് മാങ്ങ തിന്നാൻ വേണ്ടി വന്നേക്കോ. ഇവിടുത്തെ 2 മൈനൊക്കെ ഉണ്ട്. തെങ്ങണ്ടട്ടെ. ഇവിടുത്തെ ബ്ലോഗേഴ്സും ട്രാവലേഴ്സും വന്നിട്ട പേരാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്നുള്ളത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ശരിക്കും ഫുൾ എന്താ സീനിക് വ്യൂസ് ആണ്, ഗ്രീനറി ആണ്. അത് മിനി സ്വിറ്റ്സർലാൻഡിന്റെ ഒരു ചെറിയ വേർഷനായിട്ട് തോന്നിയോണ്ടാണ് ഇതിനെ ഇവരും മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിച്ചതാണ്. നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയുടെ ഒക്കെ അടുത്തായിട്ട് വരും ഈ പറയുന്ന ഈ മിനി സ്വിറ്റ്സർലാൻഡ്. ആൻഡ്
വേറെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ത്രേസ്യ നേരത്തെ പറഞ്ഞ പോലെ ആ ഭൂതത്താൻകെട്ടിന്റെ ഡാമില്ല, ആ ഡാം അടച്ചിടുമ്പോൾ ഇവിടെ ഈ സ്ഥലം വനിശാവും. വലിയ ശല്യവാ. എന്തൊരു സാധനം അതിനൊറ്റാട്ടോ. പശുവിടെ എടുത്തോട്ട് ഞാൻ വന്നില്ല. കർത്താവേ ഓടിക്കൂ. ഇവള് പറയുന്നത് ഇവള് പാവാടെ പിടിച്ചോണ്ട് ഓടി നിന്നിട്ടെന്നൊക്കെ. നാണക്കേടാണ്. നമ്മള് അപ്പുറത്തെ സൈഡ് ത്രേസ്യ പറയുന്ന അപ്പുറത്തെ ഒരു സൈഡ് ഉണ്ട്, ആ സൈഡില് വ്യൂ നല്ലതായിരിക്കും. അപ്പൊ വെള്ളത്തിൽ കൂടെ പോവാന്നൊക്കെ പറയുന്നത്. ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. അല്ല, ചേച്ചിക്ക് വെള്ളത്തിൽ കൂടെ പോണെന്നല്ല പറഞ്ഞ, വെള്ളത്തിൽ കാല് നനയ്ക്കണമെന്ന്. അപ്പൊ ഇവിടെ നനയ്ക്കാം. മഴ ഇവിടെ ഇത്ര ബ്ലൂ സ്കൈ, അവിടെ അവിടെ മഴ തന്നെ. ഇപ്പൊ ഭൂതാങ്കട്ടിന്റെ അത് അവിടെ തുറന്നു വിട്ട് അത് അടച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളം വന്ന് ഈ സ്ഥലമൊക്കെ മുങ്ങിപ്പോകും. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു റിവർ പോലത്തെ സ്ഥലം. ഇതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ വെള്ളം തൊട്ട് പോവാം. പക്ഷെ ഇത്തിരി ടാസ്ക്കാണ്, ഇത്തിരി ഒഴുക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല, വി ക്യാൻ മാനേജ് ഇറ്റ് അല്ലേ? ഉറപ്പാണോ? ആ പിന്നല്ലാതെ. ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് വന്നപ്പോൾ ഞാൻ ഈ വഴി പോയിട്ടുണ്ട്. കുറച്ച് ഇത്തിരി ഇതുണ്ട് ഒഴുക്ക്, പക്ഷെ സീനില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ പുറകെ വന്നോ. അതെ. പട്ടികടി ഏൽക്കാതിരിക്കാൻ ഒരു യുവതി വെള്ളത്തിലേക്ക് കടക്കുകയാണ്. നല്ലൊരു പേടിച്ചു പോയി ഞാൻ കേട്ടോ. കണ്ടോ, നല്ല ഒഴുക്കുള്ള വെള്ളമായതുകൊണ്ട് ഇവിടെ എത്തുമ്പോ വെള്ളം കൂടുതലാണ്. നീ അല്ലേ പറഞ്ഞ നീ ക്രോസ് ചെയ്തിട്ടുണ്ടത്? ത്രേസ്യ നീ ഉള്ളത് പറ. ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൽ ഫീൽ ചെയ്യണത്. ഫീൽ ചെയ്യുന്നില്ല. ഞാനൊന്നും പറയുന്നില്ല. എന്റെ പൊന്നെ നനയാതിരിക്കാൻ ഞാൻ പാൻറ്. കുഴപ്പമില്ല, ഇതൊക്കെയാണ് ഒരു ഈ പോളും ഇപ്പോ കുഴപ്പമില്ല. ഇതൊക്കെ സ്വാഭാവികം. കുറച്ച് നനയുന്നതൊക്കെ നല്ലതല്ലേ. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡൻ അവറിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി പിക്സ് ആൻഡ് വീഡിയോസ് എടുക്കാം. പക്ഷെ ആ വെള്ളം ക്രോസ് ചെയ്ത് വരരുത്. അത് ബാഡ് ഐഡിയ. ബട്ട് ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ അല്ലാണ്ട് കുറേ വേ ഉണ്ട്, ഇതിൽ കൂടെയൊക്കെ വരാൻ പറ്റും. അപ്പോൾ ഇവിടെ നല്ല പിക്സ് ആൻഡ് വീഡിയോസ്, ഫോട്ടോഷൂട്ട്സ് ഒക്കെ എടുക്കാൻ ബെസ്റ്റ് പ്ലേസ് ആണ്. അതൊരു ഹോട്ട്സ്പോട്ട്. എന്ത് പട്ടി ഇങ്ങനെ ഫ്രണ്ട്ലി പട്ടിയാന്ന് തോന്നുന്നു. നമ്മുടെ കൂടെ വെള്ളം ക്രോസ് ചെയ്തൊക്കെ വന്നു. എനിക്കറിയത്തില്ല ഗൈസ്, നോക്ക് നല്ലൊരു പാൻറ്റായിരുന്നു. അതൊക്കെ പോട്ടെ, ഈ വ്യൂ നോക്ക്. വ്യൂവിനെ പറ്റി എന്താ പറയാനുള്ളത്? വ്യൂ നല്ല വ്യൂ. അവിടെ ഒന്ന് കാണിക്കോ ആ ഒരു ഏരിയ, ആ ഒരു ലാൻഡ്സ്കേപ്പ് നോക്ക്. എന്ത് വൃത്തിയാ. അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ ഉണ്ട്, വേറൊരു വ്യൂ. ഇവിടെ ഓരോ പാട്ടാണിട്ടാണ് വ്യൂ. അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് കറങ്ങി കുറച്ച് നേരത്തെ വാ. ഒരു 4 അല്ലെങ്കിൽ 3 ഒക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 6 ഒക്കെ ആകുമ്പോൾ പോയാൽ മതി. അതുവരെ കാണാൻ കുറേ സ്പോട്ട്സ് ഉണ്ട്. മിഞ്ചുതൊട്ടി പോകാനുണ്ട്. സ്കൈ നല്ല പ്രത്യേകമുണ്ട്. അയ്യോ, അവിടെ എനിക്ക് ടൈമിങ് കറക്റ്റ് അറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ കയറ്റാൻ ചാൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ നമുക്കിത് ചാടിക്കിടക്കണം. ഇതും ഇനി ചാടണമായിരിക്കും. ഇത് പക്ഷെ ഇച്ചിരി എളുപ്പമാണ്. അല്ല, എളുപ്പമല്ല എന്നാണ്. അയ്യോ, എന്നാ നമുക്ക് അപ്പുറത്തേക്ക് എന്നാ ഓള് തെന്നി വീഴൂട്ടെ. കണ്ണുണ്ട്. ത്രേസ്യ പറയുന്നത് ആ നീലപ്പൂ, അവിടെ കുറെ പൂവുള്ള സ്ഥലമുണ്ട്. അത് നീലക്കുറിഞ്ഞു പോലെ ഇവിടെ പൂക്കുന്നതാണ്. അതെ, ഇവിടെ മാത്രമാണ് ഇത് പൂക്കുള്ളത്. ഇത് ക്ലോസറ്റിൽ വേണമെങ്കിൽ കാണിച്ചാൽ പൂവ്. ഈ പൂവാണോ? ഇവിടെ മാത്രമേ പൂക്കുള്ളോ? ഇവിടെ മാത്രം പൂക്കുന്നുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ വേറെ ഒന്നും പൂക്കാതിരിക്കാൻ? ഇത് ഇവിടെ കുറെ നീല കളറിലെ പൂക്കളുണ്ട്. ഫോട്ടോ ഫ്രെയിം ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇത് കുറച്ച് നാളത്തേക്കാണ് പൂത്ത് നിൽക്കുള്ളൂ എന്നാ തോന്നുന്നത്. അത് കഴിഞ്ഞത് വാടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ കാരണം ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ലായിരുന്നു. ഏകദേശം ഇരുട്ടായിട്ടാണെങ്കിൽ സമയം എത്ര? സമയം ഒരു 6:30. സ്മാർട്ട് വാച്ച് എവിടെ നിന്ന് വാങ്ങിയതാ? ഫ്ലിപ്കാർട്ട്.
ട്രേസിയ തനിയെ ഇൻവെന്റ് ചെയ്തതാണോ തോന്നുന്നത്? ഇതൊരു ബിസിനസ് ആക്കി കൂടെ ട്രേസിയ? പ്രൊമോഷൻ വിളിക്കാം പിള്ളേര്. അതും കൂടെ തന്നെയാണ്. ഫസ്റ്റ് ബേർഡ് സാഞ്ചുറി അതാന്ന് തോന്നുന്നു, കേരളത്തിലെ ഒരു ബേർഡ് സാഞ്ചുറി അതാണ്. അവിടെ എന്ന് പറയാനാണെങ്കിൽ ഡോക്ടർ സലീം അലി എന്ന് പറയുന്ന ആള് കാരണമാണ് ആ പ്ലേസ് ഒരു എന്താ ബേർഡ് സാഞ്ചുറി ആക്കി മാറ്റിയതിന് കാരണം. പുള്ളിക്കാരൻ പറയുന്നത് അതൊരു എന്താ പറയാ, ഒരു പെനിൻസുലാർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ള ബേർഡ്സ് ഒക്കെ ഉള്ള സ്ഥലം ഇതാണെന്ന് പറഞ്ഞാണ് നമ്മൾ അതിനെ അതാക്കിയത്. ശരിക്കും അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസീഡിയസ് ഫോറസ്റ്റ് ആയിരുന്നു. ബട്ട് ഇങ്ങനത്തെ ബേർഡ്സിനെയൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒരു ബേർഡ് സാഞ്ചുറി ആക്കി മാറ്റിയതാണ്. അവിടെ സിലോൺ, ബേ ഔള്, പിന്നെ മലബാർ ഗ്രേ ഹോൺബില്ലോ, അങ്ങനെ കുറെ വെറൈറ്റി സ്പീഷീസ് ബേർഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ട്രേസിയ പറയുന്ന അവിടെ ബേർഡ്സ് ഒന്നും ഇല്ല. ഏകദേശം 25 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉണ്ട് ബേർഡ് സാഞ്ചുറി മൊത്തത്തിൽ. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നു ചിൽ ചെയ്യാൻ പറ്റിയ സ്ഥലം. എപ്പോഴും ഈ പാർട്ടി മൂഡൊക്കെ പിടിക്കുന്നോണ്ട് ഇപ്പൊ നമുക്ക് അതുകൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും അധികം ഇല്ല, നമ്മൾ മാത്രമേ വരുവാണെങ്കിൽ ഈ ടൈം നോക്കി വരണം. ഒരു 5 o'clock 5 മോർണിംഗ് വരുന്നതായിരിക്കും നല്ലത്. വെയിലായി കഴിഞ്ഞാൽ നല്ല നല്ല ലൈറ്റ് അടിക്കും. കുറെ വാട്ടർ സ്ട്രീംസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ആളായിരുന്നു ഞാൻ ട്രേസിയ. ഏറ്റവും കുഞ്ഞ് അത് കഴിഞ്ഞ് നീ ഏറ്റവും അവസ്ഥ. ട്രേസിയ വന്നിട്ട് കുഞ്ഞൊരു ഇൻഫ്ലുവൻസർ ആണ്. കൂട്ടത്തിൽ തന്നെ കുഞ്ഞായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു കുഞ്ഞു കരുതലാവുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇഞ്ചത്തൊട്ടി പോവാം. വന്നിട്ട് മൈൻഡപ്പ് ചെയ്യും. മൈൻഡപ്പ് ചെയ്യുന്നു. ലെറ്റ്സ് ഗോ. കളിക്കാം. ടർഫൊക്കെ വെറുതെ നമ്മള് ഇഞ്ചത്തൊട്ടി പോകാനായിരുന്നു ലാസ്റ്റ് പ്ലാൻ ഇട്ടല്ലേ. പക്ഷെ ഇരുട്ടായ കാരണം ഇഞ്ചത്തൊട്ടി പോയിട്ട് കാര്യമില്ലെന്ന് ട്രേസിയ പറഞ്ഞിക്ക. അപ്പൊ രാവിലെ ആകുമ്പം പോവാന്ന് നമ്മൾ ആലോചിച്ച്. കാരണം അവിടെ പാലം ക്ലോസ്ഡ് ആയിരിക്കും. ക്ലോസ്ഡ് അല്ല, ഇപ്പൊ പോയിട്ട് വലിയ കാര്യമില്ല, കാണാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ വെട്ടമില്ല, അവിടെ ലൈറ്റ്സ് ഒന്നും ഇല്ലെന്നാ ട്രേസിയ പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു കാര്യം ചെയ്യാം, നാളെ മോർണിംഗ് പോവാം. പിന്നെ എനിക്കാണെങ്കിൽ തണുപ്പടിച്ചിട്ട് ലൈറ്റായിട്ട് പൂക്കടപ്പും തൊണ്ടയ്ക്ക് പ്രശ്നമൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മൾ ഇവിടെ ട്രേസിയ പറഞ്ഞു ഇവിടെ 24 എന്ന് പറഞ്ഞ കടയത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ചായ കുടിക്കാം. ചൂടുള്ള ചായ കുടിക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നേക്കുവാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേസിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ട്രേസിയുടെ വീട്ടിൽ പോയി കിടക്കാം. രാവിലെ എഴുന്നേറ്റിട്ട് ഇഞ്ചത്തൊട്ടിയിലൊക്കെ പോവാം. അതിൻ്റെ അടുത്തുള്ള എന്തെങ്കിലും സ്ഥലം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശം. എന്തായാലും നാളെ ബാക്കി വിശേഷങ്ങളോടുകൂടെ വരാം. രാവിലെ ബാക്കി വിശേഷം പറയാമെന്നാണ് ട്രേസിയ പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ വൈൻഡപ്പ് ചെയ്യാം. മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പറഞ്ഞ കൃത്യയോടത്ത് വെച്ച് നമ്മൾ രാവിലെ ആയപ്പോഴേക്കും അക്ഷയ്ക്ക് പനിയായി. പക്ഷേ പോരാളി നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇഞ്ചത്തൊട്ടിയിലേക്കാണ് പോകുന്നത്. ഇഞ്ചത്തൊട്ടിയിൽ നമുക്ക് ഒരു സ്ഥലം കാണാനുണ്ട്, നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ തെരേസ് ഉണ്ട് നമ്മുടെ കൂടെ, അക്ഷയ, സായു ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി വിശേഷം ഇഞ്ചത്തൊട്ടി ചെറുത്. Up we go, up we go, up we go, up we go. എന്താ കഥ? ഞങ്ങൾ ഇഞ്ചത്തൊട്ടിയിലേക്ക് പോവുകയാണ് ഗൈസ്. തൂക്കുപാലം ഓന്നുള്ള വാർത്താന്ന് തോന്നുന്നു. ഞാൻ ചെയ്യ ഡബിളിക്ക് വിട്ട് ഡബിളിക്കാണ്. ഒരേ സമയം 25 ആൾക്കാർക്ക് കൂടുതൽ കയറാൻ പറ്റത്തില്ല. പാലം പൊട്ടി വീഴാൻ പോയിട്ടുണ്ട്. എപ്പാ? പണ്ട്. ഏത് പണ്ട്? രാവിലെ പുട്ടാന്ന് തോന്നുന്നു കഴിച്ചിട്ട് വന്ന്. നന്നായിട്ട്
എനിക്കില്ല, നിനക്കുണ്ടോ? റെഡി ഉണ്ടാന്നൊക്കെ. അവിടെ 25 ഇവിടെ 40. അവിടെ 25 ഇവിടെ 40. ഇങ്ങനെ ചെയ്യുന്നോ അമ്മ? ആരാ എന്താ സെന്റർ ആയി അവിടെ 25 ഇവിടെ 40. എന്താ തെരേസ ഇങ്ങനെ പേടിക്കുന്നത്? അതൊക്കെ പണ്ടേ ഉള്ള ഒന്ന് നിർത്തടേ, ഒന്ന് നിർത്ത്. സെന്റർ ആയില്ല. പെട്ടെന്ന് അപ്പുറത്തെ സൈഡ് ഇവള് ക്യാറ്റ് വാക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഞാനിവിടെ മുതകിട്ട് വീട്ടിൽ ലക്ഷണമൊക്കെ കാണുന്നത്. അവിടെ ക്യാറ്റ് വാക്ക് ഇവിടെ എടുത്ത് ചാവ കിടക്കുക. ആദ്യം എന്താണെന്നറിയാവോ ഈ പാലത്തിന്റെ പ്രത്യേകത? ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഫസ്റ്റ് ഇതിന്റെ സസ്പെൻഷൻ കിട്ടിയ കോളേജ്. ഇത് പെരിയാർ റിവർ ആണ് പാലക്കൂട് ഒഴുകുന്നത്. അത് യാത്രയും ആണോ? ഇത് പെരിയാർ റിവർ അതാണ് കൂടെ ഒഴുകുന്നത്. അത് കറക്റ്റ് കാര്യമാണ്. അത് ത്രേസ്യ ഒരു മാർക്ക് മേടിച്ചു. പക്ഷെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. കേരളയിലെ ഏറ്റവും ലോങ്സ്റ്റ് ബ്രിഡ്ജ്, അതെ, കേരളത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ്. ഏകദേശം 183 meters ഉണ്ട്. അതായത് 600 feet ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇതിന്റെ ബിഹൈൻഡ് ഒരു സ്റ്റോറി ഉണ്ട്. ശരിക്കും ഇത് താഴെ കാണുന്നത് പെരിയാറല്ലേ, പെരിയാർ റിവർ ആണല്ലോ. ആ ഇഞ്ചത്തൊട്ടി വില്ലേജിലെ ഗ്രാമത്തിലെ ആൾക്കാർക്കും അപ്പുറത്തെ പെരിയാറിന്റെ അക്രോസ് മെയിൻലാൻഡ് കുറെ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തേക്കുള്ള ഒരു കണക്ഷൻ ബ്രിഡ്ജ് ആണിത്. ഓക്കെ, ഇത് ഫാമേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ വേണ്ടിയിട്ട് മാത്രം ബിൽഡ് ചെയ്തൊരു ബ്രിഡ്ജാണ്. ഇപ്പൊ ഇതൊരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായിട്ട് മാറി. ഓക്കെ, ആൻഡ് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു എനിക്ക് അറിയത്തില്ല. ഇതിപ്പം ഗവൺമെന്റിന്റെ ഇത് വെച്ചിട്ട് ഓരോന്നൂടെ മോഡിഫൈ ചെയ്തെടുത്തതാണ് തോന്നി ഈ പാലത്തിന്. ബട്ട് ഈ പ്ലേസ് എന്ന് പറയാനാണെങ്കിൽ ഈ പെരിയാർ റിവറിന്റെ ഈ ഒരു ഈ ഒരു സിനിമയും ഗ്രീനറി ഒക്കെ കൊണ്ട് തന്നെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇഞ്ചത്തോട്ടി പാലം കയറി ഇപ്പുറ സൈഡിലെത്തി. വൈകുന്നേരമൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ഇനി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് താഴെ പുഴയുടെ കടവിലോട്ട് ഇറങ്ങാനുള്ളൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. ആ സൈഡിൽ അതുപോലെ തന്നെ ഉണ്ട്. വൈകുന്നേരം സന്ധ്യാസമയത്ത് വരുന്നതായിരിക്കും ബെറ്റർ. തെരേസിന് എന്ത് തോന്നുന്നു? എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായി, കാരണം ഈ പാലത്തിൽ കൂടെ വരുമ്പോൾ പാലം ഭയങ്കര ഷേക്കാണ്. ഇങ്ങനെ ഷേക്കാവും. ബീരിക്കൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ബ്രൈവ് ആവും. ഇപ്പൊ നമുക്ക് കാണാമായിരുന്നു അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാന്ന് നോക്കിയിട്ട് ഒരു ബീരുവിനെ അവിടെ അഡ്മിറ്റ് ആക്കേണ്ടി വന്നത്. പക്ഷേ ഒരു സൺസെറ്റ് ടൈം, ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ വരുമ്പോൾ എനിക്ക് തോന്നണം നല്ല രസമായിരിക്കും. അത് സൺസെറ്റ് ടൈമിൽ വരുമ്പോഴേ ഫോട്ടോസ് എടുക്കാൻ ഓപ്ഷൻ നല്ലൊരു. പക്ഷെ ഏറ്റവും നല്ലത് കോട ഉള്ള സമയത്ത്. എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് വെളുപ്പിനെ വരുമ്പോ ഇവിടെ ഭയങ്കര കോട. ഞങ്ങൾ അവിടെ നിൽക്കുന്നിടത്ത് നല്ല പൊല്യൂഷൻ അല്ലേ, അപ്പൊ അങ്ങനെ കുറെ ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ കാരണം വന്നതാണ് ഡോക്ടർ പറയുന്നത്. പൊടിയും അങ്ങനെ ആയപ്പോ എനിക്ക് പൊടി പറ്റുന്നേ ഇല്ല. കൂടുതൽ ഒരേ സമയം കയറരുത്. കണ്ട അവിടെ 25 ഇവിടെ 40. അപ്പൊ ഞാൻ പറഞ്ഞതേ, പണ്ട് ഞാൻ ഇവിടെ വരുമ്പോ ഇവിടെ പെഡൽ ബോട്ടിംഗ് ഉണ്ട്. ഈ കടയുടെ അപ്പുറത്ത് നമുക്ക് പെഡൽ ബോട്ട് എടുത്തിട്ട് ഇതിൽ ചവിട്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഡാം തുറന്നു വിട്ടേക്കുന്നുണ്ട്, വെള്ളം കുറഞ്ഞിട്ട് ഈ നമ്മുടെ മിനി സ്വിറ്റ്സർലൻഡ് പൊങ്ങിയായിരുന്നു പോലെ ഇതുപോലെ ഒരു കര ഇവിടെ പൊങ്ങി വന്നു. അപ്പൊ ഡാം അടച്ചിടുവാണെങ്കിൽ ഇവിടെ വെള്ളത്തിൽ നമുക്ക് ഇതിന്റെ മുകളിൽ വെള്ളം വരും. അപ്പൊ അവിടെ നമുക്ക് പെഡൽ ബോട്ടൊക്കെ ചെയ്യാമെന്നാണ്. അവിടെ ചെയ്യാൻ പറ്റൂല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ഒരു ഭാഗം ഇത്ര ഏരിയയിലേ പറ്റൂ. അത് ഒഴുക്കുള്ള വെള്ളം എന്താണ് അവിടെ ബോട്ട് ചെയ്യാൻ പറ്റാത്ത ആയിരിക്കും. കടൽ ബോട്ട്.
സാധാ ബോട്ടിങ്ങിന് പോകാൻ പറ്റൂല. സാധാ ബോട്ടെന്ന് പറഞ്ഞാൽ വലിയ കപ്പലൊന്നും ഇറക്കാൻ പറ്റത്തില്ല. കപ്പലിറക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ ആലപ്പുഴയിലൊക്കെ ഇതുപോലെ വഞ്ചി ഇറക്കും. ഈസി. വഞ്ചി തുഴഞ്ഞേ പോകാൻ പറ്റും. ആലപ്പുഴ ചെല്ലുമെന്ന് പറയാം, നമുക്ക് പോയേക്കാം. ആലപ്പുഴ എന്ന് പറയുന്നത് ചുമ്മാ ഒരു സ്ഥലമല്ല. നിങ്ങൾ കുറെ പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ വെള്ളത്തെപ്പറ്റി കുറെ അറിയേണ്ടിയിരിക്കുന്നു. അതിന് നിങ്ങൾ ആലപ്പുഴ വരണം. ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് ഇല്ലേ, നല്ല അടിപൊളി. ഞങ്ങൾക്ക് ബോറടിക്കും വശത്ത്. അതെല്ലാവർക്കും ബോറടിക്കും. എല്ലാവർക്കും ഒന്നും ബോറടിക്കത്തില്ല. പിന്നെ എനിക്ക് കയറിയിട്ട് ബോറടിച്ചു. അത് ഇവൻ മൂവാറ്റുപുഴ, ഇവൻ പുഴയിൽ നിന്നുള്ള സ്ഥലത്തു നിന്ന് വന്നിട്ടുണ്ട്. വെള്ളം അധികം കാണാത്ത ആൾക്കാർക്ക് അവിടെ ആയിരുന്നു. പുഴയോ? ആ പേരെന്താന്ന് പറഞ്ഞാൽ മൂവാറ്റ്. ശരിയെന്ന്. ഇല്ല, അവിടെ വനമാവുള്ളത്. അപ്പോൾ ഏത് ഇൻഫ്ലുവൻസർ എങ്ങനെ പോയി എങ്ങനെയാ പുതിയ തലമുറയുടെ പോക്കത്ര ശരിയല്ല. കോതമംഗലം വേണോ, കോതമംഗലം വരിട്ടെ. അത് എന്താ നീ പറ. മനസ്സിലാവും. കട്ട് ചെയ്യുന്നുണ്ടോ? ഇത് അതിസാഹസികമായ അടുത്ത യാത്ര. നെല്ലിക്ക ഉപ്പിലിട്ടത് നിനക്ക് മസ്റ്റ് അല്ലേ, അതില്ലാതെ നിനക്ക് കണ്ടതന്നെയില്ലേ. അപ്പൊ ഞാനിത് കഴിയും. കാരണം എനിക്ക് ഉപ്പിട്ട് ഗാർബിൾ ചെയ്യാൻ പറ്റാത്ത ഞാൻ ഇതെടുത്ത് കഴിയും. മുളക് എരിവില്ല. ഇവർക്ക് ട്രാവലിംഗ് അല്ല വലുത്, ഇവർക്ക് ഉപ്പിലിട്ടത് ചുമ്മാ പറയല്ലേ ത്രസി. ഫുൾ ഇതിൽ തന്നെ വീഡിയോ പകുതി മുക്കാ ഭാഗം ഇത് തന്നെ ആയിരിക്കും. അവളുടെ തീറ്റ 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 അതിനൊക്കെ ആദ്യത്തിനും ഞാൻ മാത്രം അല്ലേ ആദ്യം ഒരു സ്ഥലം കാണാൻ എക്സ്പ്ലോർ ചെയ്യാൻ കമ്മിറ്റ്മെന്റ് ആണ് മെയിൻ നമ്മുടെ. ഇതവിടെ കിട്ടും. ഗൈസ്, എനിക്ക് തൊണ്ടയ്ക്ക് വേദനയാ. പഴമക്കാർ പറഞ്ഞിട്ടില്ല തൊണ്ടയ്ക്ക് വേദനയുള്ളപ്പോ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യണമെന്ന്. അപ്പൊ നമുക്ക് ഇവിടെ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യാൻ വരെ സംവിധാനം ഇല്ല. അപ്പൊ ഒരു ഉപ്പിട്ട മന്തി, ഉപ്പിട്ട ബിരിയാണി എല്ലാം ഉപ്പിട്ട എല്ലാം തിന്നു. ഓക്കെ. ഇതിനകത്ത് അരിയുണ്ട്. ഈ അരി വിട്ട വേറെ നെല്ലിക്ക ഉണ്ടാവും. ഞാൻ ചോദിച്ചോട്ടെ, നെല്ലിക്കകത്ത് അരിയുണ്ട് അല്ലേ? നെല്ലിക്കകത്തെ കുരു എടുത്ത് നമ്മൾ കുഴിച്ചിട്ട് എന്തുകൊണ്ട് നെല്ലിക്ക ഉണ്ടാവുന്നില്ല? നമ്മള് കുഴിച്ചിട്ടാ നെല്ലിക്ക ഉണ്ടാവത്തെ. അപ്പൊ ഈ അരി ഇട്ടാലോ? ഇവിടെ നല്ല മഴയുണ്ട്. കാറ്റില്ല. ബട്ട് പെട്ടാൾസോ പക്ഷെ സംഭാരം ഉണ്ടായിരുന്നു തോന്നുന്നു ഇവിടെ. അവിടെയില്ല, സാരമില്ല. എന്തായാലും ടൈമായി ഗൈസ്. ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ. ലെറ്റ്സ് ട്രാവൽ ടു തട്ടേക്കാട് ഇവിടെ കഴിഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ് ആസ് വെൽ. ത്രേസ്യൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ എന്തായാലും ബോറടിച്ചിരിക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ വിളിച്ചപ്പം ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. ഓൾസോ ഇവരുടെ ഒപ്പം നല്ല കോമഡി ആയി ചില്ലായിട്ട് നടന്ന് നല്ല രസമായിരുന്നു. ഫണ്ണായിരുന്നു. ഫുൾ ഫണ്ണായിരുന്നു എന്നാണ് പറയുന്നത്. ഫുൾ ഫണ്ണായിരുന്നു ആക്ച്വലി. അപ്പൊ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. പെട്ടെന്ന് എല്ലാം എടുത്ത് അതെ റാൻഡം ആയിട്ട് കുറെ സ്ഥലത്തോട്ട് പോയി. പിന്നെ മഴയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയടത്തൊന്നും അങ്ങനെ മഴ നമ്മൾ പോകുമ്പോൾ മഴയുണ്ട്, ബട്ട് ഇറങ്ങുമ്പോൾ മഴയില്ല. പക്ഷെ ഇവിടെ തിരിച്ചാ, നമ്മൾ വന്നപ്പോൾ മഴയില്ല, ഇറങ്ങുമ്പോൾ മഴയായി. അപ്പോൾ നമ്മൾ സൂൺ ഇതുപോലത്തെ കൂൾ ഡെസ്റ്റിനേഷനായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. Until then, ഞാൻ അക്ഷയ, എൻ്റെ കൂടെ തെരേസ്, സായു ആൻഡ് ആദിത്യ സൈനിങ് ഓഫ്. എല്ലാവരും സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. സേഫ് ട്രാവൽസ്. Until then, bye bye. ടാറ്റ. ബൈ. ബൈ. ഞാൻ പോകുന്നു.